സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. തലശ്ശേരി ALP സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. ചേലക്കര MLA UR പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രകാശം അറിവിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ്. തലശ്ശേരിയെ സംബന്ധിച്ച് നീണ്ടകാലത്തെ ഒരു ആവശ്യമാണ് LP എന്നുള്ളത് UP ആക്കാൻ വേണ്ടി അതിൻ്റെ മാനേജ്മെൻറ്റ് പ്രതിനിധികളും അതാത് സമയത്ത് വരുന്ന PTA കമ്മിറ്റികളെല്ലാം സജീവമായി ഇതിൻ്റെ പുറകിൽ നിന്ന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ന്യായമായ ഒരു ആവശ്യം തന്നെയാണ്. നേരത്തെ അംശമാഷും ബാക്കിയുള്ള എല്ലാവരും മാനേജ്മെൻറ്റ് പ്രതിനിധികൾ എല്ലാവരും വളരെ ഗൗരവമായി ചർച്ച നടത്തിയ ഒരു വിഷയമാണ്. നമുക്ക് UP ആക്കി കിട്ടാൻ വേണ്ടിയുള്ള അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും സർക്കാർ പറയുന്ന ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. എന്നാലും അതിൻ്റെ പുറകിൽ വിടാതെ പിടിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ കൂടെ ഞാനുമുണ്ട്. ഇനി 3-ാം തീയതി ചേരാൻ പോകുന്ന സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവിടെ നമുക്ക് ഈ വിഷയം ഒന്നുകൂടെ നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിയുമായി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുമോ? ആരെങ്കിലും മാനേജ്മെൻറ്റ് പ്രതിനിധികൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ കാര്യം വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടി ആലോചിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിലേക്ക് എത്തിപ്പെടാൻ ഇനി അധികം വേണ്ട. ഇവിടുത്തെ സാഹചര്യം വെച്ച് നമ്മൾ ധാരാളം റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സർക്കാർ വിദ്യാലയം ഇതിൻ്റെ വള്ളം പ്രദേശത്താണ് ഉള്ളതെന്നും ധാരാളം കർഷക തൊഴിലാളികളുടെ മക്കളും പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുടുംബങ്ങളുടെ മക്കളും പഠിക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിലെ UP ഈ സ്കൂൾ LP കഴിഞ്ഞാൽ കുട്ടികൾ അതിദൂരം പോയി വേണം, ഇനി വരവൂരിൽക്കും അവിടെ എല്ലാം പോയി വേണം ഈ പ്രദേശത്തെ കുട്ടികൾ പഠിക്കാൻ എന്ന് നിരന്തരമായ ആവശ്യമുണ്ട്. ആ ആവശ്യം ഇനി നമുക്ക് എന്താണെന്ന് പുതിയ നമുക്ക് ഉണ്ടാക്കിയെടുത്ത ഒരുക്കത്തിന് ശേഷം ഇനി വേറെ എന്താ നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്ന് ഒരു പരിശോധന കൂടെ നടത്തി അതിനെ പുറകിൽ നിൽക്കാം എന്നാണ് ഇപ്പം എനിക്ക് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്. അടുത്ത സാമ്പത്തിക വർഷത്തെ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിലെ 2 റൂമുകൾക്കുള്ള 2 ഇന്ററാക്റ്റീവ് ബോർഡ് നൽകുമെന്ന് MLA UR പ്രദീപ് പറഞ്ഞു. സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കുട്ടികൾക്ക് കളിക്കാനുള്ള മൈതാനത്തിന്റെ സമർപ്പണം ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് MM അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. സ്കൂൾ സീനിയർ അധ്യാപിക M പ്രീത റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ ഡിവിഷൻ അംഗം P സാബിറ എൻഡോമെന്റ് വിതരണവും TSAT സ്കോളർഷിപ്പ് വിതരണം സ്കൂൾ മാനേജർ എത്തിൻകുട്ടി ഹാജിയും നിർവഹിച്ചു. ഡിസ്ട്രിക്ട് ലെവലിൽ ലഭിച്ചിരിക്കുന്നത് എൻഡോമെന്റ് സ്വീകരിക്കുന്നത് മക്കളെ വാത്സല്യത്തിന്റെ നിറകുടമായി തയ്യാറാക്കിയിരിക്കുന്നത്. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇബ്രാഹിം, നസീറ സുധീർ, സ്കൂൾ ഹെഡ് മാസ്റ്റർ M അബ്ദുൾ റഷീദ്, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി ഹംസ മാസ്റ്റർ, SSG പ്രതിനിധി രാജലക്ഷ്മി നീണ്ടൂർ, MPTA പ്രസിഡന്റ് വിജി, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രതിനിധി SA ഷിഹാബ്, സ്കൂൾ ലീഡർ ഫാത്തിമ സൻഹ, സ്കൂൾ സ്റ്റാഫ് പ്രതിനിധി ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാവിരുന്നും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ദേശമംഗലം.